ഇവരൊക്കെ മത്സരിക്കുന്നത് MLA ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ്. ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാനുണ്ടാവില്ല. ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ് നാളെ TP ചന്ദ്രശേഖരൻ്റെ ഗതി എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. എല്ലാം നിങ്ങൾക്കറിയാം. ഒന്നും വിശദീകരിക്കാനില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കണമുണ്ട്. ഇന്ന് നടന്ന റാലിയിൽ പങ്കെടുക്കാൻ 10,000 ഇവിടെയുണ്ട്. അവരൊക്കെ പാവപ്പെട്ടവരാണ്, അവർ കർഷകരാണ്, അവർ തൊഴിലാളികളാണ്. അവർക്കൊന്നും ഇതിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന, സർക്കാരിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പച്ചപ്പാവങ്ങൾ, അവരാണ് എൻ്റെ പിന്തുണ. അവരുടെ വോട്ട് 23-ാം തീയതി അവരും ദൈവവും മാത്രം അറിയുന്ന, 3 ഭാഗവും മറക്കപ്പെട്ട, ഒരാൾക്കും നോക്കിയാൽ കാണാത്ത ആ പെട്ടിക്കകത്തുള്ളിൽ, ആ വോട്ടിൽ, ആ മെഷീനിൽ എൻ്റെ ജീവന് വേണ്ടി അവർ വോട്ട് ചെയ്യും. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രാർത്ഥന. അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ധാർഷ്ട്യം ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ്.